കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ രാത്രിയിലും ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുടർന്ന് ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് തുടർന്ന് വായിക്കുകയും ആ ഭാഗത്ത് നിന്ന് ധ്യാനിക്കുകയും ചെയ്യാം. Let us all focus our attention this evening on the epistle of Romans chapter 5 verses 1 to 5. Somebody can please read. മൈക്ക് ഒന്ന് ഉപയോഗിക്കാമെങ്കിൽ നന്നായിരിക്കും. പിന്നീട് നമ്മൾ somebody give the mic please. Okay. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Praise the Lord. When you look at chapter 5 of Romans, we immediately understand chapter 5 is the first verse is a transitional sentence. Paul is concluding what he has just spoken in the preceding passages. It is like this. Paul explained in great detail, number one, the specific need of justification, especially in chapters 1 and 2. Why God has to justify us. Secondly, in chapter 3, the way of justification. And in chapter 4, he explained an illustration. What does it look like? Even in the Old Testament, when God justifies a sinner by faith alone, how does it look like? So he gives an illustration. That is chapter 4. And when he explained justification by faith and because of God's grace, it is natural for us to ask, so what? So what? And Paul gives precisely the answer to the so what. And that's why he begins chapter 5 with a specific word, therefore. Therefore. 1-ാം അധ്യായം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 5-ാമത്തെ അധ്യായം അതിൻ്റെ ആരംഭവാക്യം എന്നുള്ളത് അതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾക്ക് അതിൻ്റെ ഒരു ഡൗൺ ടു എർത്ത് ആപ്ലിക്കേഷനാണ് പൗലോസ് നൽകുന്നത്. അതുകൊണ്ടാണ് ആ വേദഭാഗം ആരംഭിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ 1-2 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയെ വിശ്വാസത്താൽ നീതീകരിക്കേണ്ടത്. അതിൻ്റെ റീസൺസ് പൗലോസ് നൽകി. നമ്മൾ ആ കാര്യം വിശദമായിട്ട് കണ്ടതാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് ദൈവം വിശ്വാസത്താൽ കൃപയാൽ ഒരു പാപിയെ നീതീകരിക്കുന്നത്? എങ്ങനെ? ഹൗ ക്യാൻ ഗോഡ് ഡു ദാറ്റ്? ഗോഡ് ബീയിങ് ഹൂ ഹീ ഈസ്, ഹോളി, റൈച്ചസ്, നീതിമാനാകുന്ന വിശുദ്ധനാകുന്ന ഒരു ദൈവത്തിന്, മക്കളെ നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാം. ഓക്കെ. നീതിമാനാകുന്ന ഒരു ദൈവത്തിന് എങ്ങനെയാണ് പാപികളെ രക്ഷിപ്പാനായിട്ട് കഴിയുന്നത്? അതിൻ്റെ അടിസ്ഥാനം യേശു കർത്താവിൻ്റെ ക്രൂശാണ് എന്നുള്ള കാര്യമാണ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ
3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഈ വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം എൻ്റെ ഇൻവെൻഷനല്ല. ഇറ്റ് ഈസ് നോട്ട് എ നോവൽ ഐഡിയ. ഇൻഫാക്റ്റ്, ഓൾദോ ബൈ ലോ നോബഡി ക്യാൻ ബി ജസ്റ്റിഫൈഡ്, അതായത് ന്യായപ്രമാണത്താൽ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ലെങ്കിലും the law and the prophets testify to the fact that God justifies a sinner only because of his grace and by faith. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21-22 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ന്യായപ്രമാണത്താലോ മനുഷ്യൻ്റെ പ്രവൃത്തികളാലോ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നിട്ട് പൗലോസ് പറയുന്നു, എങ്കിലും ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദർ ഈസ് ഓൺലി വൺ വേ ഓഫ് ജസ്റ്റിഫിക്കേഷൻ, ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം പഴയ നിയമത്തിൽ നിന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ് 4-ാം അധ്യായം. നിങ്ങൾക്ക് അതിനൊരു ഓവറോൾ ഗ്രാസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. സോ പോൾ illustrates justification by faith because of God's grace from the Old Testament. And he takes a well-known, and in fact, the founder of Judaism. In fact, God used him to found ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ലായിരിക്കുന്ന അബ്രഹാമിനെ എടുത്തിട്ട് ഇലുസ്ട്രേറ്റ് ചെയ്യുമ്പോൾ പോൾ സ്പീക്സ് അറ്റ് ലെങ്ത് 3 കാര്യങ്ങൾ പ്രാരംഭ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. 4-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യമുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. Abraham was in chapter 4, negatively Paul says Abraham was not justified by works. Then he says Abraham was not justified by circumcision either, and Abraham was not justified by the law. He gives reasons. We have seen it. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. നെഗറ്റീവ്ലി പോൾ പറയുന്നു, അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്. 2, അബ്രഹാം പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെട്ടത്. 3, ന്യായപ്രമാണത്താലും അല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അതിൻ്റെ വിശദീകരണമാകുന്ന വാക്യങ്ങൾ അവിടെ നൽകുന്നു. എന്നിട്ട് then positively Paul says Abraham was justified by faith. Other verses 17 to verse 22. And then he goes on to explain എന്തുകൊണ്ടാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത്, എന്തുകൊണ്ടാണ്, ആരില അബ്രഹാം വിശ്വസിച്ചത്. നമ്മൾ കണ്ടു, Abraham believed in the God of creation and he believed in the God of resurrection. 2 things. So, in other words, Abraham believed God's power, that is, he is the God of resurrection and he is the God of creation. So, if God makes a promise, number 1, and that's why meeting കഴിഞ്ഞപ്പം മനുവിനോട് ആ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫെയ്ത്ത് റീസണബിളാന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഫെയ്ത്ത് റീസണബിളാണ്, ഏബ്രഹാമിന് ഫെയ്ത്ത് റീസണബിളാണെന്ന് പറയാനുള്ള കാര്യം, 1, ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുക. ഒരു വാഗ്ദത്തം കൊടുത്തപ്പോൾ 1-ാമത്തെ കാര്യം, ആ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള കഴിവ് വാഗ്ദാനം ചെയ്യുന്ന ആൾക്കുണ്ടോ, അതാ 1-ാമത്തെ വിഷയം. അപ്പോൾ അതിൻ്റെ ഉത്തരം കാണുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന. അപ്പോൾ നമ്മൾ കണ്ടു, ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഔട്ട് ഓഫ് സംതിങ്, അങ്ങനെയാണോ? നോ, ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഔട്ട് ഓഫ് നത്തിങ്. സോ ഫ്രം നത്തിങ്നെസ് ഗോഡ് ക്രിയേറ്റ്സ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം, അടുത്ത പ്രോബ്ലം, അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു.
അതാ ദൈവത്തിൻ്റെ ശക്തി. 2, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അപ്പോൾ എബ്രഹാം വിശ്വസിച്ചത് ഈ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് ഒന്നാമത് എബ്രഹാം trusted God and his power. Secondly, he not only trusted God because God is powerful, he trusted God because God is faithful. അതാ വിശ്വാസത്തിൻ്റെ ആധാരം. ദൈവത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഞാനത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്തു. നിങ്ങൾക്കൊരു വലിയ നീഡ്, ഒരു വലിയ തുകയുടെ നീഡ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുക ഞാനത് കൊടുത്ത് തീർത്തേക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ചുമ്മാ പറയുക, കാരണം അതിനുള്ള മീൻസ് എൻ്റെ കയ്യിലില്ല. എന്നാൽ ഒരു ധനികൻ പറയുക ഞാൻ കൊടുത്ത് തീർത്തേക്കാം. അപ്പം ചിലപ്പം നമ്മൾ വിശ്വസിക്കും, കാരണം അയാൾക്ക് കഴിവുണ്ടല്ലോ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? മനുഷ്യൻ്റെ എല്ലാം ഒരു പ്രശ്നം, മനുഷ്യൻ ചിലപ്പം അന്നേരത്തെ ആ ഒരു സിമ്പതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേക്കാമെന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതൊന്നും ഓർക്കത്തേയില്ല. മനുഷ്യൻ ഫെയ്ത്ത്ഫുൾ അല്ല. എന്നാൽ ദൈവം ആരാ? ദൈവത്തിന് അവിടുന്ന് പറയുന്ന ചെയ്യാനുള്ള കഴിവുണ്ട് താനും. ദൈവം പറഞ്ഞാൽ അത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് താനും. ഇതാണ് ഏബ്രഹാമിൻ്റെ ഫെയ്ത്തിൻ്റെ ബേസിസ്. പിന്നെ നമ്മൾ കണ്ടു, ഞാനിത് ഫെയ്ത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് എനിക്കറിയാം, ഒരുപാട് ഈ ഫെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ ഏബ്രഹാം അവിടെ നമ്മൾ വായിക്കുന്നു, ഹി ഫേസ്ഡ് ദ ഫാക്ട് ദാറ്റ്, നമ്മളതിനകത്ത് കാണുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് തൻ്റെ ശരീരം നിർജീവം അല്ലേ? ഒന്ന് വായിക്കാമോ? അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. നോക്കുക. സോ ഇന്ന് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെയില്ലെന്ന് പറ, അങ്ങനല്ല വിശ്വാസം. വേദപുസ്തകത്തിൻ്റെ വിശ്വാസം അതല്ല. അതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം. ഹി ഫേസ്ഡ് ദ ഫാക്റ്റ് ഫേസ് ചെയ്യുക, അങ്ങനെ ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് തൻ്റെ ശരീരം നിർജീവമാണെന്നുള്ളത് ഫേസ് ചെയ്തു. 2, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചു. റിയാലിറ്റിയെ ഡിനൈ ചെയ്യുന്നതല്ല ഫെയ്ത്ത്. ഓക്കെ, യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ ഇല്ല എന്ന് പറയുന്നതല്ല വേദപുസ്തകത്തിൻ്റെ വിശ്വാസം. ബിബ്ലിക്കൽ faith in God is not denying the real facts. Rather, biblical faith is facing the fact. ഫേസ് ചെയ്യുക. അത് ഫേസ് ചെയ്തിട്ട് പറയുകയാണ്, ഓക്കെ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആരെയാ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ശക്തനാകുന്ന ദൈവം. 2, വിശ്വസ്തനായ ദൈവം. നോക്കിയേ, ഇതാണ് വിശ്വാസത്തിൻ്റെ ആധാരം. അല്ലാതെ എൻ്റെ ഈ ചിന്താഗതിയുടെ ബലമല്ല വിശ്വാസം. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടല്ല വിശ്വാസം. പിന്നാരാ? ദൈവം ശക്തിമാനാണ്, വിശ്വസ്തനുമാണ്. ദൈവം പറഞ്ഞു, അങ്ങനെ അന്നേ പിന്നെ ദൈവം പറഞ്ഞു, അതാ എൻ്റെ ആധാരം. ഓക്കെ, അത് അബ്രഹാം എന്ത് ചെയ്തു? അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം. എന്നിട്ട് താഴോട്ട് നമ്മൾ കണ്ടു അതായത് ഇത് എഴുതിയേക്കുന്നത് ഏത് വിഷയം സ്ഥാപിക്കാനാണ് എഴുതിയേക്കുന്നത്? ഇവിടെ കാറ് മേടിക്കുന്നതും വീട് മേടിക്കുന്നതും
എന്തിനേറെ രോഗസൗഖ്യം തരുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ വളരെ വളരെ നിസ്സാരമായ കാര്യമാണ്. എന്നാൽ പാപിയാകുന്ന മനുഷ്യനെ വീണ്ടെടുപ്പാനും ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനും ഒരു മനുഷ്യനും സാധിക്കുന്നതല്ല. അവരുടെ വീണ്ടെടുപ്പ് സങ്കീർത്തനക്കാരൻ പറയുന്നതന്നെ, സി, God can do everything, and healing a sickness or making provisions for this life is nothing. It is nothing. But when you think about redemption, when you think about being delivered from eternal death, that is beyond all of us. That is beyond. So what did God do? God sent His Son. And that is why Paul concludes in verse 24 and 25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും. So that is the key. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഈ ഡേ ടു ഡേ അഫയേഴ്സിനെടുത്ത് എഴുതി വെക്കാനുള്ള വേദഭാഗമല്ലിത്. പാപിയെ നിത്യ നരകത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന വിധമായി എഴുതിയേക്കുന്നത്. This chapter is not a proof text for our daily provisions. Rather, this chapter is the greatest chapter which speaks about God Himself, the second person of the Trinity, leaving behind Him all the glories of heaven and coming down, taking upon Himself our own flesh and blood. Why? Because He is going to die on the cross for me. And He died, He was delivered up for our trespasses. He was delivered up on behalf of me. He is there on the cross. Jesus Christ is on the cross on behalf of me. He is delivered up to die. He died instead of me. And then because He died and He was resurrected, I get freely His righteousness. Okay? എനിക്ക് പകരമായിട്ട് കർത്താവ് മരിച്ചു ക്രൂശിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളതിൻ്റെ അവസാന വാക്യത്തിൽ എന്താ കണ്ടേ? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചു, പിന്നെ നമ്മുടെ നീതീകരണത്തിന്. അപ്പൊ നമുക്ക് പകരം ദൈവം പുത്രനെ ക്രൂശിൽ കൈവിട്ടു. സ്വന്തം പുത്രനെ ആദരിച്ചില്ല. പിന്നെ ആ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചില്ല, അല്ല, ദ്രവത്വത്തിന് ഏൽപ്പിച്ചില്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഗോഡ് അപ്രൂവ്ഡ്. ക്രിസ്തുവിൻ്റെ യാഗം, കാൽവറിയിലെ മരണം പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ട് അപ്രൂവ് ചെയ്തതുകൊണ്ട് He died my death
and now I enjoy his life. It is a great exchange. I contributed my sins, and God imputed that sin on Jesus. And God imputed the righteousness of Jesus on me. A great exchange took place on the cross. ഇല്ലേ, ക്രൂശിൽ അതാ സംഭവിച്ചത്. സോ പോൾ ഹാസ് എക്സ്പ്ലെയിൻഡ് വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഓക്കെ, ആൻഡ് നൗ ഫ്രം chapter 5, the initial 11 verses, he explains in detail, so what? Okay? We have been justified by faith. So what? He continues. What are the benefits of being justified? Or what are the blessings of we standing right in God's presence? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ റൈറ്റ് ആയിട്ട് നമ്മളെ ഡിക്ലെയർ ചെയ്ത് ദൈവം നിർത്തിയത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തെന്ന്? In chapter 5, verses 1 to 5, which we read today, Paul is telling us at least 3 consequences of righteousness, or God declaring us righteous. ദൈവം നമ്മളെ നീതിമാന്മാരാക്കി പ്രഖ്യാപിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ പൗലോസ് ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സോ വാട്ട് ആർ ദ 3 blessings of justification? Number 1, peace. And number 2, access to grace. Number 3, we have hope. നമുക്ക് സമാധാനമുണ്ട്, ദൈവത്തോട് സമാധാനമുണ്ട്. 2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. 3, നമുക്ക് പ്രത്യാശയുണ്ട്. And in fact, Paul goes ahead and explains about the last one, hope. And that is the motive of this paragraph. He explains hope. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് 1 നമുക്ക് സമാധാനമുണ്ട്. സോ നമ്പർ 1, we have peace with God. So the first implication of justification is that we have peace with God. നീതീകരണത്തിൻ്റെ 1ാമത്തെ ഫലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. So when Paul speaks about peace, he definitely means the word used in the Old Testament. In the Old Testament, it is not simply a cessation of hostility. It is not simply a cessation of war. Rather, according to the Old Testament, the particular Hebrew word used in the Old Testament is shalom. Shalom. The word shalom is not merely a cessation of or absence of hostilities.
it is more positive. It is the well-being, prosperity, or salvation of the godly person. So, സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ കേവലം ശത്രുത നീങ്ങി യുദ്ധം മാറി എന്നുള്ള അർത്ഥം മാത്രമല്ല പഴയ നിയമത്തിൽ ഈ പദത്തിനുള്ളത്. പഴയ നിയമത്തിൽ ഷാലോം എന്നുള്ളതാകുന്ന ആ ഒരു പദമാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേ മീനിങ് വരുന്ന പദമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷാലോം എന്ന് പറഞ്ഞാൽ കേവലം യുദ്ധമില്ലാത്ത അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റീസ് ഇല്ലാത്തതാകുന്ന ഒരവസ്ഥയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വെൽ ബീയിങ്, ഒരു റിലേഷൻഷിപ്പ്, ഒരു എന്താ പറയുന്നേ, see, this is more than that. Peace is more than the cessation of hostilities. It is the well-being. It is a joyful relation. It is a sweet fellowship with God. That is the meaning. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 6:26 അഹരോൻ്റെ ആ ബ്ലെസ്സിങ്, Aaronic in chapter 6 and verse 26, Numbers. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നോക്കുക, the Lord lift up his countenance on you and give you peace. So that is the idea here. It is more than, ആ യുദ്ധം നീങ്ങുന്ന അവസ്ഥയെക്കാളും, ഓഫ് കോഴ്സ് നമ്മൾ പാപികളായിരുന്നു, ദൈവത്തോട് ശത്രുക്കളായിരുന്നു, അതൊക്കെ ആയിരുന്നു. എന്നാൽ ഈ സമാധാനം എന്ന് പറയുന്നത് ദൈവം പഴയ നിയമത്തിൽ വാഗ്ദാനം. കാരണം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ when you read the Old Testament prophets, the prophets speaks about, or they prophecy about the new covenant. And what is the main feature of the new covenant? The main feature of the new covenant is that God will establish a covenant of peace in the last days. അതായത് പഴയ നിയമ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പ്രവചിക്കുമ്പോൾ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് ഒരു സമാധാന നിയമം ഞാൻ ചെയ്യുമെന്ന. ഫോർ എക്സാമ്പിൾ, എസെക്കിയേൽ ചാപ്റ്റർ 34 verse 25. എസെക്കിയേൽ 34:25. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്യും. അതുപോലെ യെശയ്യാവിൻ്റെ പ്രവചനം 54:10, എസെക്കിയേൽ 37:26, ഓൾസോ Isaiah 54:10, Ezekiel 37 and 26. In all these places, also in chapter 52 of Isaiah verse 7, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട്. സമാധാനം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. 52-ാമത്തെ അധ്യായം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്ന സമാധാനം സുവിശേഷിച്ച്, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു. സമാധാനത്തിൻ്റെ ആ ഒരു സിനോണിമസ് ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. രക്ഷ, നന്മ എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ചുരുക്കത്തിൽ സാൽവേഷനെ കുറിച്ച്. അതുകൊണ്ടാണ്, and that is precisely why Paul in Romans 10 and verse 15, he quotes this verse in regard to salvation, in regard to gospel. He quotes this verse. ആരും അയക്കാതെ എങ്ങനെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. So this Old Testament background defines for us what Paul means peace with God. ഈ പഴയ നിയമ പശ്ചാത്തലമാണ്
ദൈവത്തോട് സമാധാനം ഉണ്ട് എന്ന് പൗലോസ് നമ്മെ നീതീകരിച്ചതിൻ്റെ ഫലമായിട്ട് പറയുമ്പോൾ ഈ അർത്ഥമാണ് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കുന്നത്. ദിസ് ഈസ് നോട്ട് ആൻ ഇന്നർ ഫീലിംഗ് ഓർ ഇന്നർ സെൻസ് ഓഫ് വെൽ ബീയിങ് ആസ് ഇൻ Philippians chapter 4 and verse 7. It is peace of God. അവിടെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതല്ല ഇവിടെ. ആ സമാധാനം ദൈവം നമുക്ക് നൽകുന്ന സമാധാനം. എന്നാൽ this is an outward situation of being in a relationship of peace with God. ആ ദൈവമായിട്ടുള്ള ശത്രുതയെല്ലാം മാറിയിട്ട് ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ജസ്റ്റിഫൈഡ് ബിലീവേഴ്സിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവവുമായിട്ടുള്ള ആ സ്വീറ്റ് ഫെലോഷിപ്പ് and relationship. So the number one benefit and fruit of a justified believer is having a sweet and beautiful fellowship and relationship with God. And that is why in Ephesians chapter 2 verses 14, 15 and 17, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14, 15, 17 വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ദൈവത്തോട് സമാധാനം എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ സ്വീറ്റ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരികയാണ്. അതുമാത്രമല്ല, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുക ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു? ഒന്നാക്കി. അപ്പം ദൈവത്തോട് സമാധാനം, പിന്നെ ആരോട് സമാധാനം? മനുഷ്യരോട് സമാധാനം. ഡു വി എക്സ്പീരിയൻസ് ദാറ്റ് റിയലി? പീസ് വിത്ത് ഗോഡ് ആൻഡ് പീസ് വിത്ത് our fellow human beings. അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനായിട്ടാണ് ദൈവം നമ്മളെ നീതീകരിച്ചത്. ഇത് നമ്മൾ മറക്കരുത്. Of course, in chapter 5 and verse 10, we were enemies of God. While we were enemies, God reconciled us. And while we were weak, God reconciled us in Christ. While we were ungodly sinners, verses 6-8, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, 10-ാമത്തെ വാക്യം, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ, it was God's love brought us into a new relationship of peace with Him and with our fellow believers. ദൈവവുമായിട്ട് നമ്മൾ ശത്രുക്കളും ബലഹീനരും ഒക്കെ ആയിരുന്നപ്പം ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ ആ മഹാസ്നേഹം നിമിത്തം ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഓക്കെ, ഇനിയും നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഈസ് നോട്ട് ഇൻ എ വാക്വം. എവ്രി ബ്ലെസ്സിങ് that we enjoy is through our Lord Jesus Christ. അല്ലേ? Therefore 5:1 വായിച്ചേ. 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കുക. So who averted God's wrath? Jesus Christ on the cross. Because we were enemies of God, and there was the anger and wrath of God, because he who does not believe in the Lord Jesus Christ, the wrath of God remains on him, and God's wrath is a reality. But what happened?
ജീസസ് അവേർട്ടഡ് ദാറ്റ് wrath ഓൺ ദ ക്രോസ്. ദൈവത്തിൻ്റെ കോപം നമുക്കെതിരെ നിൽക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ ദൈവത്തിൻ്റെ കോപത്തെ നമ്മിൽ നിന്ന് മാറ്റുന്നു. അതാണ് നമ്മൾ കാണുന്നത് 3-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളിൽ. സോ ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ് ത്രൂ ഹും എ സിന്നർ റിസീവ്സ് ജസ്റ്റിഫിക്കേഷൻ. ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കൂടെയാണ് ഒരു പാപി നീതീകരണം അനുഭവിക്കുന്നത്. അതാണ് 3-25-26 വാക്യങ്ങൾ. Now, let us also please quickly read Isaiah chapter 53 and verse 5. Isaiah 53 and verse 5. നമുക്ക് കാണാതറിയാവുന്നൊരു വാക്യമാണ്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. അപ്പം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് എന്തുണ്ട്? വി ഹാവ് പീസ് വിത്ത് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. വൈ? ബിക്കോസ് ഹി വാസ് ദർ ഓൺ ദ ക്രോസ്. ആൻഡ് ഐസയാ സേസ് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. Upon him was the chastisement that brought us peace, and with his wounds we are healed. ഓ, എന്തൊരു ഹീലിംഗ് അത്! പ്രൈമറിലി അവിടെ ശരീരത്തിൻ്റെ രോഗം ഹീൽ ചെയ്യുന്നതല്ല കേട്ടോ. നോ, ഓഫ് കോഴ്സ് ശരീരത്തിൻ്റെ രോഗം ഹീൽ ചെയ്യുന്നുണ്ട്, അതതിനകത്ത് ഇൻക്ലൂഡഡാ. അത് അൾട്ടിമേറ്റ്ലി ഉണ്ട്. മാത്രമല്ല, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ അകൃത്യങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ ചുമന്നു എന്ന തിരുവഴുത്തിന് നിവൃത്തിയായി നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായം യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ. അപ്പോൾ ദാറ്റ് വാസ് ജസ്റ്റ് എ ഫോർടേസ്റ്റ് ഓഫ് ഇറ്റേണിറ്റി. എന്നാ യേശു കർത്താവ് ഭൂമിയിൽ വാഴാൻ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്നാണെന്നൊന്ന് കാണിച്ചു തരികയായിരുന്നു യേശു കർത്താവ് രോഗസൗഖ്യം തന്നപ്പോൾ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരർത്ഥത്തിൽ ക്രൂശിൽ സൗഖ്യം, ആ കംപ്ലീറ്റ് ഹീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂശിൽ നമ്മുടെ സമ്പൂർണ്ണ വീണ്ടെടുപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമ്പൂർണ്ണ വീണ്ടെടുപ്പ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിച്ചോ? ഇല്ല. പക്ഷേ എന്തുണ്ടത്? ക്രൂശിലുണ്ട്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. അത് ഭാവിയിൽ സംഭവിക്കും. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞു. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇവിടെ ആൻഡ് വിത്ത് ഹിസ് വൂൺസ് വി ആർ ഹീൽഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ ഉച്ചി തൊട്ട് ഉള്ളങ്കാൽ വരെ സൗഖ്യമില്ലാതിരുന്ന എനിക്ക് സൗഖ്യം കിട്ടി. എവിടെ വാക്യം ഉണ്ടല്ലോ? യെശയ്യാവിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ട്. അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു? ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എന്തില്ലെന്നുള്ളതായിരുന്നു. എന്തില്ലെന്നാ വായിച്ചിട്ടില്ലേ? സൗഖ്യമില്ലാതിരുന്നു. എന്തായിരുന്നെന്നറിയാം അവിടുത്തെ സൗഖ്യമില്ലായ്മ? റിബല്യസ് പീപ്പിൾ, അകൃത്യഭാരം ചുമക്കുന്നൊരു ജാതി അല്ലേ, ജനം. കാള തൻ്റെ യജമാനെ അറിയുന്നു, കഴുത അതിൻ്റെ പുൽത്തൊട്ടി അറിയും. എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അതായിരുന്നു വിഷയം. അതായിരുന്നു അടിസ്ഥാനപരമാകുന്ന സൗഖ്യമില്ലായ്മ. ദൈവത്തോട് അകന്നിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായപ്പോൾ, by his chastisement, upon him was the chastisement that brought us peace. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ. So we cannot achieve justification without Christ.
And now, all that God has for us is in the Lord Jesus Christ. ദൈവത്തിന് നമുക്ക് തരാനുള്ള എല്ലാ കാര്യവും യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, chapter 5 verse 1, peace with God comes through our Lord Jesus Christ. റോമാലേഖനം 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 2 നാം നിൽക്കുന്ന ഈ 5:11 വാക്യത്തിൽ നമ്മുടെ പ്രശംസ വായിച്ചു, ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ, so our boasting in God is through our Lord Jesus Christ. 5 verse 11 and 5 verse 21, grace reigns through righteousness resulting in eternal life through Jesus Christ our Lord. വായിച്ചേ, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഓക്കെ. And in chapter 6 verse 23, the gift of God bringing eternal life is in Christ Jesus our Lord. The wages of sin is death, but the free gift of God is eternal life in Christ Jesus our Lord. അതായത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ. അപ്പോൾ ക്രിസ്തുവിൽ 7:25 വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക്, it is Paul thanks for the deliverance from that vice-like grip of sinful nature in my life. So I get deliverance through Jesus Christ our Lord. Paul thanks God for that. അതായത് നമുക്ക് ആ പാപത്തിൻ്റെ എന്താ പറയുന്ന 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്നുള്ള വിടുതൽ ആരിൽ കൂടെയാണ് നമുക്ക് കിട്ടുന്നത്? യേശു ക്രിസ്തുവിലൂടെ. 8 verse 39, the love of God from which nothing can ever separate the believer is in Christ Jesus our Lord. ഇവിടെ ഞാൻ ഭാഗ്യവശാൽ കേട്ടിട്ടില്ല, അന്ന് ചിലരൊക്കെ എന്തിനും ഏതിനുമൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നെവർ സേ ദാറ്റ്. The name of Jesus, we should take on our lips with reverence, love, and such an awe. Reverence, love. Don't take it lightly. കർത്താവിൻ്റെ നാമം ഒരിക്കലും വൃഥാ എടുക്കരുത് കേട്ടോ. യേശുവിൻ്റെ നാമം വൃഥാ എടുക്കരുത്. അതിൻ്റെ കാരണം എന്താ? യേശുവിൻ്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാ. ഭൂതങ്ങൾ വിറയ്ക്കുന്ന നാമമാ. ആ നാമം വൃഥാവിലെടുക്കരുത്. With love, with reverence, with fear. Take the name of Jesus on your lips. And how sweet the name of Jesus is.
ഹിന്ദിയിലൊരു മനോഹരമാകുന്ന പാട്ടുണ്ട്. ഭജോ മീഠാ നാം പ്രഭു യീശു നാം, प्यारे प्रभु यीशु का करो आदर मान, भजो मीठा नाम. महिमा अपनी छोड़ के आया जग में, जन्म उसे पाया कुंवारी मरियम से. महिमा अपने छोड़ के आया जग में, जन्म उसे पाया कुंवारी मरियम से. गरीब बनकर रहा सारे जीवन में, गरीब बनकर रहा सारे जीवन में. मेरी जान का प्यारा प्रभु यीशु है, भजो मीठा नाम प्रभु यीशु नाम, भजो मीठा नाम. Praise the Lord. See, നമ്മൾ ആ വാക്യം കാണുമ്പോൾ എനിക്ക് അത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ മനസ്സിലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. എവ്രി ബ്ലെസ്സിങ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ കർത്താവ്. അപ്പോൾ എന്തോ ബ്ലെസ്സിങ്ങാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ദൈവമക്കൾക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമത്തെ വിഷയം, verse 2, chapter 2, verse 2 of 5. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം. Okay, the second blessing is we are standing in grace and we have access to this grace. What does he mean? Paul generally he uses grace is God's favor to us. അതായത് കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നമ്മോടുള്ളതാകുന്ന ആ ഫേവറാണ്. അത് ആ രീതിയിലാണ് പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ബട്ട് ഇൻ ദിസ് വേഴ്സ്, ഓൾദോ പോൾ സ്പീക്സ് ജനറലി ഓഫ് ഗ്രേസ് as God's unmerited favor towards a sinner, but in this verse Paul is speaking as though grace is a realm into which we have been transferred. ഇവിടെ കൃപയെന്നുള്ളത് നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു മണ്ഡലം. And that is why he says we are not under law but we are under grace. അപ്പം ഇവിടെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കെന്തുണ്ട്? പ്രവേശനം ലഭിച്ചേക്കുക. പ്രവേശനം. നമ്മൾ ഇപ്പോൾ കൃപയിലാണ്. കൃപ, ഗ്രേസ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, പിന്നെ നമ്മൾ കൃപയിലാണ്, കൃപയുടെ കീഴിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, the life that we live, it is the dominant factor in our life is grace. We are in grace. നമ്മൾ കൃപയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് we are under grace. The dominant factor is grace. ദൈവത്തിൻ്റെ കൃപയുടെ ആ ഭരണത്തിന് കീഴിലേക്ക് നമ്മൾ വന്നു. നമ്മൾ 5-ാമത്തെ അധ്യായം, when you come to chapter 5 verse 12 to 21, there we read about the reign of sin
the reign of death, the reign of grace, the reign of life. 5-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പാപം വാണു, the reign of sin, chapter 5 and verse 21. The reign of death, മരണം വാണു, 5:14-17, chapter 5 and verse 14 and 17. Grace reigns, chapter 5 and verse 21. Life reigns, കൃപ വാഴുന്നു, 5:21. ജീവൻ വാഴുന്നു, 5:17. അപ്പോൾ we have been transferred from the domain of sin and darkness and Satan. We were under him and we never experienced freedom. We were under the bondage. But now we have been brought under the realm of grace and we have free access. നമ്മളിപ്പോൾ ആ കൃപയുടെ കീഴിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുവന്നു, നമുക്കതിലേക്ക് പ്രവേശനം കിട്ടി. ഇനിയും അതുകൊണ്ട് നമ്മുടെ ഗുണം എന്നാ? നമുക്ക് ഒത്തിരി ഗുണമുണ്ട്. ഒരു ഉദാഹരണം, എബ്രായ ലേഖനം. And what is the benefit of that? There are many benefits. For example, chapter 4 of Hebrews and verse 15 and 16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. That is amazing. Because Paul is speaking in the Old Testament language here. He is speaking about the throne of grace, and which is in fact, it was beyond the veil in the Holy of Holies. No one could enter there. പൗലോസ് ഇവിടെ പറയുന്ന ആ കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താ? കൃപാസനം എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്ത്, ആ തിരശീലയുടെ അപ്പുറത്ത് ഉണ്ടായിരുന്നൊരു കാര്യം. അവിടേക്ക് ആർക്കും ചെല്ലാൻ പറ്റുകയില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം അങ്ങോട്ട് കയറി ചെല്ലാം. അതും വളരെ സ്ട്രിഞ്ചൻ്റ് പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കയറാൻ പറ്റൂ. ഓക്കെ, എന്നാൽ only the high priest in the Old Testament, and that too once a year, in that day of Yom Kippur, the day of Yom Kippur, he could enter, and only with that stringent provisions of the law, and nobody could approach there. But here we are in the realm of grace, and we have free access to the throne of grace. Freely we go to the throne of grace, calling him Abba, Father. And don't you remember, on the cross, when Jesus breathed his last breath, the curtain of the temple was torn from top to bottom. നമ്മൾ മനസ്സിലാക്കുന്നു, യേശു കർത്താവ് ക്രൂശിൽ അവിടുന്ന് മരിച്ചപ്പോൾ ദൈവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം ചിന്തിപ്പോയി. Now we are in grace and we have free access to grace always. എപ്പോഴും കൃപയ്ക്കായിട്ട് ദൈവസന്നിധാനത്തിൽ സൗജന്യമായിട്ട് ആക്സസ് കിട്ടിയേക്കുക. അതാണ് നമുക്കെന്തോ കിട്ടി? ഇവിടെ പ്രവേശനം കിട്ടി. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ദൈവത്തോട് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം സമാധാനം വന്നു. 2,
നമുക്ക് പ്രവേശനം കിട്ടി. എല്ലാവർക്കും പ്രവേശനം കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തോ വേണ്ടിയത്? ചാപ്റ്റർ 4 Hebrews verse 16 ഒന്ന് വായിച്ച്. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി. നോക്ക്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, we need mercy. When we ask for mercy, I say, Lord, I do not deserve your forgiveness on this, but because of your mercy, please forgive. So what God says, okay, I'm merciful to you. I'm not going to punish you for what you have done. I should have punished you, but I am letting you go. Because of Christ and because of the shed blood of Jesus, He washes me. He shows me mercy. So mercy is for my sins. God has to have mercy on me. Now, it is not only mercy when God forgives a sinner. For example, a woman was caught in adultery, and they, although in John's chapter 7 last part, she was caught and brought before Jesus. And what did Jesus do? He said, അവളെ, ആ കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പം കർത്താവ് അവളോട് ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആരും നിന്നെ കുറ്റം വിധിച്ചാൽ, nobody has condemned you. And she said, no one, Lord. And then Jesus said, neither do I condemn you. Okay? That is mercy. Then he adds, go and sin no more. So, go and sin no more. So, God forgives me, and that is because of His. He doesn't punish me as my sins deserve. But He tells me, go and sin no more. So, what do I need? Lord, I need grace. എനിക്ക് എന്തോ വേണം? എനിക്ക് കൃപ വേണം. അപ്പോൾ എനിക്ക് കരുണ കിട്ടി. പക്ഷേ ഞാൻ കൃപയുടെ ആ കൃപയുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ജീവിക്കുക. കാരണം ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. കൃപയാൽ എന്നെ നീതീകരിച്ചു. വിശ്വാസാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. എന്നെ ആ കൃപയുടെ പാപത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, പാപത്തിൻ്റെ കീഴിലുമല്ല, പിശാചിൻ്റെ കീഴിലുമല്ല ഇപ്പം ഞാൻ. പക്ഷേ ദൈവം എന്നെ ആ കൃപയുടെ റെയിനിലേക്ക് കൊണ്ടുവന്നു, ജീവനിലേക്ക് എന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പം എനിക്ക് വേണ്ടത് എഗെയിൻ കൃപയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? കൃപാസനത്തിലെങ്കിലോളം അടുത്ത് ചെല്ലണം. വൈ? ബിക്കോസ് peace with God is more than the cessation of hostilities. It is rather a relationship. It is a relationship with the Father. അല്ലേ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ സമാധാന കരാർ ഒപ്പിട്ടേച്ച് പിന്നെ അങ്ങനെ ജീവിക്കുകയല്ല. പിന്നെന്താ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം കിട്ടിയതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനായിട്ട് കൃപാസനത്തെങ്കിലോളം അടുത്ത് ചെല്ലുന്ന ഒരു ദൈവ പൈതലിനെ കൃപ തന്ന് വഴി നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. സോ സാങ്ക്ടിഫിക്കേഷൻ ബിഗിൻസ് ഇൻ ഗ്രേസ്, not under law. Thank God for that. വിശുദ്ധീകരണം ആരംഭിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല,
കൃപയുടെ കീഴിലാണ്. അതിനായിട്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വിശുദ്ധീകരണം. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ദൈവമക്കൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ രാത്രി സമയം ദൈവം നമ്മോട് കാട്ടിയ മഹാകൃപയോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ കെ.ഒ. സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമ്മുടെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കും.